നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടിയെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് പലപ്പോഴും രംഗത്തേക്ക് വരുന്ന എം മണി പാർട്ടിയെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ തലങ്ങും വിലങ്ങും എടുത്തിട്ട് അടിക്കാൻ ഇട്ടുകൊടുക്കാറാണ് പതിവ്. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. വീണ്ടും പാർട്ടിയെ ഒന്ന് സംരക്ഷിക്കാൻ വന്നതാണ്. പക്ഷേ സ്വയം മൂട്ടിൽ കൊണ്ട് പൊട്ടിച്ചതുപോലെ ആയിപ്പോയി കാര്യങ്ങൾ. റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മുന്നിലുണ്ടായ ആത്മഹത്യ തങ്ങളുടെ തലയിൽ കെട്ടിവെക്കണ്ട എന്ന് എം മണിയുടെ ഒരു പ്രഖ്യാപനം. LDF കട്ടപ്പനയിൽ സംഘടിപ്പിച്ച നയവിശദീകരണ യോഗത്തിൽ സംസാരിച്ചപ്പോഴായിരുന്നു എം മണി കത്തിക്കയറി അങ്ങ് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകൾ വലിയ രീതിയിൽ പാർട്ടിക്കും സർക്കാരിനും എതിരായി നിൽക്കുമ്പോഴാണ് എം മണി വീണ്ടും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്ന് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കിയിട്ട് പോയിരിക്കുന്നത്. അതായത് ഡിസംബർ 20 കട്ടപ്പന മുരിങ്ങാശ്ശേരിൽ സാബു തോമസ് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്തിരുന്നല്ലോ. ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം നൽകാത്ത ബാങ്ക് ജീവനക്കാരാണ് മരണത്തിന് പിന്നിലെന്ന് സാബുവിന്റെ കുറിപ്പും കണ്ടെടുത്തിരുന്നു. ഇതിലാണ് എം മണി ഒരു വിശദീകരണവുമായി വന്നത്. പക്ഷെ അത് നേരെ ഉൾട്ടയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒന്ന് കെട്ടടങ്ങിയിരുന്ന CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ തിരിമറികൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇതാണ് എം മണിയുടെ സ്ഥിരം ഏർപ്പാട്. പാർട്ടിയെ രക്ഷിക്കാൻ എന്നും പറഞ്ഞ് പാർട്ടിയുടെ രക്ഷകനാണെന്നൊക്കെ പറഞ്ഞ് വരും. പക്ഷേ പാർട്ടിയുടെ നാശം കണ്ടേ മൂപ്പര് മടങ്ങി പോകുകയുള്ളൂ. വലിയ വെല്ലുവിളിയായിരുന്നു എം മണി നടത്തിയത്. അതിങ്ങനെയാണ്: ഞങ്ങളുടെ പാർട്ടി എന്തോ കുഴപ്പം കാണിച്ചു എന്ന മട്ടിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും BJP പാർട്ടികളും ചില പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. കോൺഗ്രസ് ഭരിച്ച സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്ത് എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് നോക്കിയിട്ടുണ്ട്. ആ സ്ഥാപനത്തെ രക്ഷപ്പെടുത്താനും സഹകാരികളുടെ താൽപര്യം സംരക്ഷിക്കാനുമാണ് VR സജിയും ഭരണസമിതിയും ശ്രമിച്ചത്. സാബു പണം ചോദിച്ചു വന്നപ്പോൾ ബാങ്കിൽ പണം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇടതുപക്ഷത്തിന്റെ തലയിൽ വെക്കാൻ ശ്രമമുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട്. ആത്മഹത്യ ചെയ്യേണ്ട രീതിയിലുള്ള യാതൊരു പ്രകോപനവും ബാങ്ക് ഭരണസമിതിയുടേതായി VR സജിയുടെയോ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഞങ്ങൾ അതിന്റെ എല്ലാ വശവും പരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികാസ്വാസ്ഥ്യം ഉണ്ടോ, ഡോക്ടറെ കണ്ടിട്ടുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ബാങ്കിലെ പണം കിട്ടിയില്ല എന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യം വിശദമായി അന്വേഷിക്കണം. വഴിയേ പോയ വയ്യാവേലി ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ഒരുത്തനും ശ്രമിക്കേണ്ട. BJPയും കോൺഗ്രസും ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരണ്ട. അദ്ദേഹത്തിന്റെ കുടുംബത്തോട് എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ഇതായിരുന്നു എം മണിയുടെ പ്രസ്താവന. അതായത് പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിന് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നൊക്കെയാണ് എം മണി പറഞ്ഞിരിക്കുന്നത്. സ്വന്തം കയ്യിലെ കാശാണ് ആ മനുഷ്യൻ സൊസൈറ്റിയിൽ കൊണ്ട് നിക്ഷേപിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ആവശ്യം വരുമ്പോൾ ആ പണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സൊസൈറ്റിയും സഹകരണ ബാങ്കുകളും ഒക്കെ തുറന്നു വെച്ചിരിക്കുന്നത്? സർക്കാരിനെ വിശ്വസിച്ചിട്ടാണല്ലോ അവർ ആ പണം നിക്ഷേപിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ തന്നെ കുറേ ആളുകൾ ഈ ബാങ്കുകളിൽ കയറിയിരുന്ന് വലിയ കൊള്ളയാണ് നടത്തുന്നത്. ആ കാശ് അടിച്ചു മാറ്റി നക്കിയിട്ട് വീണ്ടും ജനങ്ങളുടെ മെക്കിട്ട് കയറാൻ എം മണി ആയാലും ഏതാളാണെങ്കിലും വരാൻ നിൽക്കരുത്. ജനങ്ങളുടെ ക്ഷമയെ നിങ്ങൾ പരീക്ഷിക്കരുത്. കരുവന്നൂർ ബാങ്കിൽ നടക്കുന്നത് തന്നെ അറിയാമല്ലോ. കൂടുതൽ ഓർമ്മിപ്പിക്കാൻ നിൽക്കരുത്. കാരണം ജനങ്ങളുടെ ടെമ്പർ തെറ്റി നിൽക്കുകയാണ്. നിങ്ങളെ വഴിയിൽ കിട്ടിയാൽ തല്ലുന്ന കാലം അത്ര വിദൂരമൊന്നുമല്ല. നാട്ടുകാരുടെ കയ്യിലെ കാശെടുത്ത് നക്കിയിട്ട് വീണ്ടും ഗീർവാണം അടിക്കാൻ വരരുത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.